സുപ്രഭാതം. മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അണിഞ്ഞൊരുങ്ങൽ എന്ന കവിതയുടെ അവസാനത്തെ 6 വരിയാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുങ്ങലിനെ കുറിച്ചിട്ടാണ് ഈ കവിതയിൽ പറയുന്നത്. വടക്കൻ പാട്ടാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് നോക്കുക, എവിടെ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതുണ്ടായിരുന്നത്? 7 കടലോടി വന്ന പട്ട് പച്ചോലപ്പട്ടു ചൂളിയും തീർത്തു, പൂക്കുലഞ്ഞൊറി വെച്ചുടുക്കുന്നുണ്ട്, പൊൻതോടയിട്ടു ചമയുന്നുണ്ട്, കൊട്ടമ്പടി വെച്ച പൊന്നരഞ്ഞാൻ മീതെ അഴകിനു പൂട്ടുന്നുണ്ട്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്താണ് 7 കടലോടി വന്ന പട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വേറെ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള വളരെ വിശേഷമായിട്ടുള്ളൊരു പട്ടാണ് ഉണ്ണിയാർച്ച ഉടുക്കുന്നത് കൂത്ത് കാണാൻ പോകുമ്പോൾ. അത് പച്ച കളറുള്ള, പച്ചോല കളറുള്ള, ഓലയുടെ കളർ എന്താ? പച്ചയാണ് അല്ലേ. പച്ച കളറുള്ള പട്ട് ചുളിവില്ലാണ്ട് ഞൊറി വെച്ചിട്ടാണ് ഉടുക്കുന്നത്. പിന്നെന്ത് ചെയ്തു? പൊൻതോടയിട്ടു ചമയുന്നുണ്ട്. എന്താ? സ്ത്രീ ഒരു കർണാഭരണം, ചെവി ഒരു കമ്മലാണ്, ഒരു സ്റ്റഡ് പോലത്തെ വലുത് തോടാന്ന് പറഞ്ഞാൽ അതിട്ടു. കൊട്ടമ്പടി വെച്ച പൊന്നരഞ്ഞാന്ന് പറഞ്ഞ എന്താണ്? പടി വെച്ചിട്ടുള്ള ഒരു അരപ്പട്ട, അരഞ്ഞാണം എന്നൊക്കെ പറയില്ലേ, പട്ടിന് മീതെ ഇങ്ങനെ അരഞ്ഞാണം ഇട്ടിട്ടുണ്ട്, പടി വെച്ചിട്ടുള്ള ഒരു അരപ്പട്ട എന്നൊക്കെ പറയാം. മീതെ അഴകിനു പൂട്ടുന്നുണ്ട്, ഭംഗിക്ക് വേണ്ടിയിട്ട്, അഴകുണ്ടാവാൻ വേണ്ടിയിട്ടാണ് പട്ടിൻ്റെ മേലൊരു അരഞ്ഞാണമൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത്. നോക്കിക്കോളൂ. 7 ചുറ്റുമുള്ള പൊന്മാലയും മുത്തുപതിച്ചുള്ള മാലയല്ലോ. അത് കഴിഞ്ഞ് മാലയാണ് ഇടുന്നത്. 7 ചുറ്റുള്ള മാലയാണ്, വലിയൊരു ഭംഗിയുള്ളൊരു മാല, നിറയെ മുത്തു പതിപ്പിച്ചിട്ടുള്ളൊരു മാല ഉണ്ട്. ആ മാലയാണ് ഉണ്ണിയാർച്ച കഴുത്തിലിടുന്നത്. കഴുത്തിലു തന്നെയും ചേർത്തണിഞ്ഞു പറഞ്ഞെന്താ? അതൊക്കെ കഴുത്തിൽ ഇങ്ങനെ എടുത്ത് ആ 7 ചുറ്റുള്ള ആ മുത്തു പതിച്ച മാല കഴുത്തിൽ എങ്ങനെയാണ് ഇട്ടു. അത് കഴിഞ്ഞ് നോക്കൂ. രാമായണം കുത്തി വെച്ച വള എല്ലാം എടുത്തങ്ങണിയുന്നുണ്ട്. അതിന് മാല എടുത്തു, പട്ടുടുത്തു, അരഞ്ഞാണിട്ടു, അരഞ്ഞാണം കെട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ? മാല ഇട്ട് കഴിഞ്ഞു. ഇനി വളയാണ്, സാധാ വളയല്ല, രാമായണത്തിലെ ഓരോ ഭാഗങ്ങൾ കൊത്തി വെച്ചിട്ടുള്ള ഭംഗിയുള്ളൊരു വളയാണ്. അതാണ് എടുത്ത് അണിയുന്നത്. എല്ലാം എടുത്തങ്ങണിയുന്നുണ്ട്, എല്ലാ മാലയും വളയും ഒക്കെ എടുത്ത് അണിയുന്നുണ്ട്. പിന്നെ അവസാനം എന്ത് ചെയ്തിട്ടുണ്ട്? പൊന്മുടി തന്നെയും കെട്ടുന്നുണ്ട്. അവസാനം മുടി മുമ്പ് കെട്ടിയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവസാനം ഒരു നമ്മൾ ചെയ്യിലെല്ലാം പോകാൻ നേരത്ത് മുടിയൊക്കെ ഒന്നുകൂടി ഒതുക്കില്ലേ, ആ പൊന്മുടി, ആ ഭംഗിയുള്ള ആ മനോഹരമായിട്ടുള്ള ആ മുടി ഒന്ന് എടുത്ത് വീണ്ടും ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതുവരെ നമുക്ക് പഠിക്കാനുള്ളൂ. നമ്മുടെ പാഠം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്ത ആദ്യത്തെ 6 വരി എന്തായാലും നിങ്ങൾ എഴുതി പഠിക്കണം. അക്ഷരത്തെറ്റില്ലാതെ എഴുതിക്കോളൂ. പിന്നെ നോട്ട്സിൽ എഴുതിയെടുക്കാൻ പറ്റാത്ത വല്ലവരും ഉണ്ടെങ്കിൽ ഞാൻ നോട്ട്സും ആ ഉത്തരത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ഭാഗം ഒന്നും കൂടി ഇടാം. അപ്പോൾ അത് എഴുതിയെടുത്തോളൂ. ടെക്സ്റ്റ് പേപ്പർ എഴുതണം, നന്നായി വായിച്ച് നോക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ലൈവിന് വരുമ്പോൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.